ഹായ് നമസ്കാരം ഫാസിലാണ്. നമ്മളെ സ്ട്രോബെറി പേര അത്യാവശ്യം പഴുത്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറിക്കാൻ വേണ്ടി ചിലത് പൊട്ടി വീണ് എടുക്കുന്നുണ്ട് ഈ കിറ്റിൽ തന്നെ. അപ്പോൾ കുരങ്ങും അതേപോലെ അണ്ണാനൊന്നും കൊണ്ടോണ്ട വിചാരിച്ചിട്ട് ഞാൻ കവറിലിട്ട് വെച്ചിരുന്നു. ഈ നെറ്റ് കവർ ഉണ്ടല്ലോ അതിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ചിലതൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പറിച്ചെടുക്കാം. ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് സ്ട്രോബെറി പേരന്റെ യെല്ലോ വെറൈറ്റി ആണ് കേട്ടോ. കാരണം ഇതിന്റെ റെഡും വരും യെല്ലും വരും. അപ്പൊ ഇതിൽ യെല്ലോ ആണ് ഇപ്പൊ ആദ്യം പഴുത്ത് പാകമായത്. റെഡ് ഞാൻ കായ്ച്ചത് ഇതിന്റെ മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ പലരും പറഞ്ഞിരുന്നു നമ്മളെ കാലാവസ്ഥയിലൊന്നും സ്ട്രോബെറി പേര് അങ്ങനെ കായ്ക്കില്ല എന്നുള്ളത്. പക്ഷെ കായ്ക്കിട്ടോ, അതിന്റെ വിളവ് നമുക്ക് കിട്ടുന്നതുമാണ്. അപ്പൊ മൂന്നെണ്ണാണ് പഴുത്ത് പാകമായത്. പക്ഷെ ഇനിയും കായ്ച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. പഴുക്കാൻ പാകത്തിൽ എന്താ ഇവിടെ ഒക്കെ കായ്ച്ചു കിടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കായ്ച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇസ്രായേൽ ഓറഞ്ച് ഏകദേശം പഴുത്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അത് മോൻ തന്നെ പറിച്ചെടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ ഒരുപാട് തവണ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സലാഡ് ഇടാനും അതേപോലെ തന്നെ നമുക്ക് പച്ചയിലും കഴിക്കട്ടോ. ലേശം ഒരു പുളിപ്പ് കലർന്ന ഒരു മധുരമാണ് ഇതിനുണ്ടാവുക. അപ്പൊ യെല്ലോ സ്ട്രോബെറി പേര് നമുക്ക് മൂന്നെണ്ണാണ് കിട്ടിയത്. ഇത് നമുക്ക് എങ്ങനെയാന്ന് നമ്മൾ മുറിച്ച് നോക്കട്ടോ. അപ്പൊ ഇത് നമുക്ക് മുറിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു നോക്കാം. അപ്പൊ കുട്ടികളാണ് പറയുക ഇതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. കാരണം ഏത് ഫ്രൂട്ട് നമ്മൾ വലിയവർ കഴിച്ചാൽക്കാട്ടി നല്ലത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഓൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ട് നമ്മൾ വീട്ടിൽ നടുന്നതാണ് നല്ലത്. കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണുള്ളത്. വൈറ്റ് കളർ ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഉണ്ടാവുക. എന്നാ കാര്യം അത് തിന്നോക്ക്, അതിനുണ്ട് ടേസ്റ്റ് ഉണ്ടോ നോക്ക്. കടിച്ച് തിന്ന് എന്നിട്ട് പറ രസമുണ്ടോ. എന്നാ രസമുണ്ട് എന്ന് പറ. രസമുണ്ട്.